ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാത്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസിന്റെ 6th ക്വസ്റ്റ്യൻ വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 42-ലെ 7th ക്വസ്റ്റ്യൻ. Prove that the two circles drawn on the two equal sides of an isosceles triangle as diameters pass through the midpoint of the third side. മലയാളം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസങ്ങളായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുമെന്ന് തെളിയിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു ത്രികോണം ഉണ്ട്, ഐസോസ്ലെസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണം എല്ലാവർക്കും അറിയാമല്ലോ. അതിന്റെ പ്രത്യേകത എന്താണ്? ഐസോസ്ലെസ് ട്രയാങ്കിൾസിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എ സിയും ബി സിയും ആണ് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എ സി നമ്മൾ ഡയമീറ്റർ ആക്കിക്കൊണ്ടൊരു സർക്കിൾ വരയ്ക്കുന്നു, അതുപോലെ ബി സി ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ വേറൊരു സർക്കിൾ വരയ്ക്കുന്നു. ആ രണ്ട് സർക്കിൾസും ഈ എ ബിയുടെ മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടി കടന്നു പോകുമെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. എ സിയും ബി സിയും വ്യാസമാക്കിക്കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന രണ്ട് വൃത്തങ്ങൾ ഈ മൂന്നാമത്തെ വശ എ ബിയുടെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുമെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു എ ബി സി എന്നൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ? അതിന്റെ ടു സൈഡ്സും ഈക്വൽ ആയിരിക്കും, രണ്ട് വശങ്ങളും തുല്യമായിരിക്കും, അല്ലെ? അപ്പം എ സിയും ബി സിയും എങ്ങനെയാണ്? ഈക്വൽ ആണ്. നമ്മളൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണ്, സി ഡി. എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബം വരയ്ക്കുകയാണ്, സി ഡി. അപ്പൊ നമുക്കൊരു പണ്ട് പഠിച്ചൊരു കാര്യം ഓർക്കാം. നമ്മുടെ ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ്സിന്റെ അവിടുത്തെ ആംഗിളിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ തേർഡ് സൈഡിനെ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എ സിയും ബി സിയും എന്താണ്? തുല്യമായുള്ള വശങ്ങളാണ്. അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് ഏത്? സി. ഈ സിയിൽ നിന്ന് നമ്മളൊരു ലംബം വരയ്ക്കുകയാണെങ്കിൽ അത് എ ബിയെ എന്ത് ചെയ്യും? സമഭാഗം ചെയ്യും, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമ്മുടെ സി ഡി എന്ത് ചെയ്തു? എ ബിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. സോ ഡി ഇസ് ദ മിഡ് പോയിന്റ് സിൻസ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഐസോസ്ലെസ്. ട്രയാങ്കിൾ എ ബി സി സമപാർശ്വ ത്രികോണമായതിനാൽ ഡി എന്തായി? ഇതിന്റെ മധ്യബിന്ദുവായി എ ബിയുടെ. ഡി ആണ് അപ്പൊ മിഡ് പോയിന്റ്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ എങ്ങനെയാ? എ ഡി സിയും ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലേ? അപ്പം എ ഡി സിയും ബി ഡി സിയും എന്താണ്? 90 ഡിഗ്രി ആണ്. ഇനി നമ്മൾക്ക് നമ്മളുടെ പഴയ തിയറം ആലോചിക്കാം. അപ്പം ഈ എ സി ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും എ ബി കൂടി കടന്നു പോകും. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ആണെങ്കിൽ അത് തീർച്ചയായും ഈ പോയിന്റിൽ കൂടി കടന്നു പോവില്ലേ? നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ ഡയമീറ്റർ എ ബിയിൽ നിന്ന് നമ്മൾ സർക്കിളിലേക്ക് ഏത് പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ അതുപോലെ ഈ ഒരു പോയിന്റില് 90 ഡിഗ്രി കിട്ടിയത് കൊണ്ട് എന്താണ്? ഈ എ സി കൂടി വരയ്ക്കുന്ന സർക്കിൾ എന്തായാലും ഇവിടെ കൂടി കടന്നു പോകും, ഡി കൂടി കടന്നു പോകും. അതുപോലെ തന്നെ ഈ ബി സി ഡയമീറ്റർ ആക്കി, ബി സി വ്യാസമാക്കിക്കൊണ്ട് നമ്മളൊരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? 90 ഡിഗ്രി ഉണ്ട്. അതുകൊണ്ട് എന്താണ്? എന്തായാലും ഈ ഡി എന്ന പോയിന്റിൽ കൂടി കടന്നു പോകും. Clear? അപ്പോൾ the circles drawn with AC and BC as diameter passes through the midpoint of the third side D. അപ്പം എ സിയും ബി സിയും വ്യാസമാക്കിക്കൊണ്ട് രണ്ട് വൃത്തങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അത് മിഡ് പോയിന്റ്, മധ്യബിന്ദു ഡിയിൽ കൂടി കടന്നു പോകും. ഇതാണ് നമ്മുടെ 7th ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? അതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. Prove that all four circles drawn with the sides of a rhombus as diameter pass through a common point O. മലയാളം ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു സമഭുജ സാമാന്ത്രികത്തിന്റെ 4 വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കുക. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഒരു റോംബസ് ആണ്, അല്ലെ? റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്ത്രികത്തിന് എങ്ങനെയാണ്? അതിന്റെ 4 വശങ്ങളും 4 സൈഡ്സും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം എ ബിയും ബി സിയും സി ഡിയും എ ഡിയും എങ്ങനെയാണ്? ഈക്വൽ ആണ്. സോ അപ്പം എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി. നമ്മൾ എന്നിട്ട് ഇതിന്റെ ഡയഗണൽസ് ചേർത്ത് വരച്ചു, വികരണങ്ങൾ ചേർത്ത് വരച്ചു. അപ്പം എ സിയും ബി ഡിയും കൂടി ചേർത്ത് വരച്ചു. ഡ്രോ എ സി ആൻഡ് ബി ഡി.
അപ്പൊ നോക്കിയേ, നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയില്ലേ? ABD എന്നൊരു ട്രയാങ്കിളും കിട്ടി, അതുപോലെ CBD ഒരു ട്രയാങ്കിളും കിട്ടി. ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഈ ABD എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതുപോലെ തന്നെ ഈ CBD എടുത്താലും അതിന്റെ ഈ സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് അതും എന്താണ്? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. സോ അപ്പോൾ ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ CBD ആർ എന്ത്? ഐസോസെലസ്. ഇനി നമുക്ക് ട്രയാങ്കിൾ ABD മാത്രം എടുത്ത് നോക്കാം. ട്രയാങ്കിൾ ABD എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിക്കേ, ഇവിടെ രണ്ട് ആംഗിൾസ് ഇല്ലേ? AOB എന്നൊരു ആംഗിളും ഉണ്ട്, അതുപോലെ AOD എന്നൊരു ആംഗിളും ഉണ്ട്. ഇത് രണ്ടും ഡയഗണൽസ് ചേർത്ത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആണ്, ലംബങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? 90 ഡിഗ്രി ആണ്. അതുപോലെ ഇവിടെയും എന്ത് തന്നെയാണ്? 90 ഡിഗ്രി ആണ്. ക്ലിയർ? അപ്പൊ നമ്മൾ ഈ AB നേരത്തെ പഠിച്ച ക്വസ്റ്റ്യന്റെ അതേ ആപ്ലിക്കേഷൻ, ABയെ നമ്മൾ ഡയമീറ്റർ ആക്കിക്കൊണ്ടൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ 90 ഡിഗ്രി ഫോം ചെയ്താൽ അതിനർത്ഥം എന്താണ്? ആ പോയിന്റിൽ കൂടെ അത് കടന്നു പോകും. അപ്പൊ ABയെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ അത് Oയിൽ കൂടി കടന്നു പോകും. അതുപോലെ തന്നെ ADനെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് എവിടെ കൂടി കടന്നു പോകും? Oയിൽ കൂടി കടന്നു പോകും. ഇതുപോലെ ഇനി അടുത്ത് നമുക്ക് CBD നോക്കാം. CBD എടുത്തു കഴിഞ്ഞാലും നമുക്ക് രണ്ട് ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? COB, ആംഗിൾ COB ഉണ്ട്. അത് എത്രയാണ്? 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ നമുക്ക് COD ഉണ്ട്. ആംഗിൾ COD ഈക്വൽ ടു എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ നേരത്തെ അതേ ആപ്ലിക്കേഷൻ BCയെ നമ്മൾ ഡയമീറ്റർ വ്യാസമാക്കിക്കൊണ്ടൊരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ അത് ഈ പോയിന്റ് Oയിൽ കൂടി പോകും. കാരണം എന്താണ്? ഇവിടെ 90 ഡിഗ്രി ആണ്. അതുപോലെ ഇവിടെ നമ്മൾ CDനെ ഒരു ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് എവിടെ കൂടി കടന്നു പോകും? Oയിൽ കൂടി കടന്നു പോകും, ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട്. ക്ലിയർ? അപ്പൊ സർക്കിൾസ് ഡ്രോൺ വിത്ത് circles of BC and CD as diameter pass through O. അപ്പോൾ ABയും ADയും ഡയമീറ്റർ ആക്കിക്കൊണ്ടുള്ളത് ഓയിൽ കൂടി കടന്നു പോകും. അതുപോലെ BCയും CDയും ഡയമീറ്റർ ആക്കിക്കൊണ്ട് വരച്ചാൽ അതും എവിടെ കൂടി കടന്നു പോകും? ഓയിൽ കൂടി കടന്നു പോകും. അടുത്തത് 8th സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. Prove that this is true for any quadrilateral with adjacent sides equal as in the rhombus. ചിത്രത്തിലേതുപോലെ സമീപവശങ്ങൾ തുല്യമായ ഏത് ചതുർഭുജത്തിലും ഇത് ശരിയാണെന്ന് തെളിയിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? ഒരു റോംബസ് തന്നിട്ടുണ്ട്, ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്, ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ABയും ADയും ഈക്വൽ ആണ്. അതുപോലെ BCയും CDയും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് AB ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുന്നു, AD ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുന്നു, BC ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുന്നു, CD ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുന്നു. ഇതെല്ലാം എന്താണ്? ഒരു കോമൺ പോയിന്റ് Oയിൽ കൂടി കടന്നു പോകുമെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇത് ACയും BDയും നമ്മൾ വരയ്ക്കുന്നു. ഡ്രോ AC ആൻഡ് BD. അപ്പൊ ഇവിടെ AB ഈക്വൽ ടു AD, അതുപോലെ BC ഈക്വൽ ടു എന്താണ്? CD ആണ്. ക്ലിയർ? അപ്പം ACയും ADയും വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടുന്നുണ്ട്. ഏതൊക്കെയാണ്? ABD എന്ന ട്രയാങ്കിളും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്? CBD എന്നൊരു ട്രയാങ്കിളും കിട്ടുന്നുണ്ട്. ട്രയാങ്കിൾ ABDയും CBDയും എന്താണ്? ഐസോസ്ലെസ് ട്രയാങ്കിൾസ് ആണ്. കാര്യം ഇതിന്റെ സൈഡ്സ് ഈക്വൽ ആണല്ലോ, അപ്പോൾ ഐസോസ്ലെസ് ട്രയാങ്കിൾസ് ആണ്. ഐസോസ്ലെസ്. ക്ലിയർ? അപ്പം ആംഗിൾ AOB വരുമ്പോഴത്തേക്ക് എന്താണ്? ഈ ACയും BDയും എന്താണ്? ഇതിന്റെ ഡയഗണൽസ്, വികരണങ്ങളാണ്. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? നേരത്തെ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അത് ഈ ABD എടുക്കുമ്പോഴത്തേക്ക് AOBയും 90, അതുപോലെ AODയും എന്ത് തന്നെയാണ്? 90 ഡിഗ്രി. അപ്പൊ നമ്മൾ ഈ ABനെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ പോയിന്റ് ഓയിൽ കൂടി കടന്നു പോകും. അതുപോലെ തന്നെ ADനെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ പോയിന്റിലൂടെ കടന്നു പോകും. അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്ക് COBയും 90 ഡിഗ്രി, CODയും 90 ഡിഗ്രി. അതുകൊണ്ട്
ബി സിനെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ചാൽ ഓയിൽ കൂടി കടന്നു പോകും. അതുപോലെ തന്നെ നമ്മൾ സി ഡിയെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ വ്യാസമാക്കി വൃത്തം വരച്ചാൽ ഏതിനെ കൂടി കടന്നു പോകും? ഓയിൽ കൂടി കടന്നു പോകും. ഇതാണ് 9th ക്വസ്റ്റ്യൻ എന്ന് വായിക്കാം. A triangle is drawn by joining a point on a semicircle to the ends of the diameter. Then the semicircles are drawn with the other two sides as diameter. Prove that the sum of the areas of blue and red crescents in the second picture is equal to area of the triangle. ഒരു അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും വ്യാസത്തിന്റെ മറ്റ് രണ്ട് അറ്റങ്ങളും ചേർത്തൊരു ത്രികോണം വരച്ചു. തുടർന്ന് ത്രികോണത്തിന്റെ മറ്റ് രണ്ട് വശങ്ങൾ വ്യാസമാക്കി അർദ്ധവൃത്തങ്ങളും വരച്ചു. രണ്ടാമത്തെ ചിത്രത്തിലെ നീലയും ചുവപ്പുമായ ചന്ദ്രക്കലകളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടുമെന്ന് തെളിയിക്കുക. ക്ലിയർ? അപ്പൊ നമുക്കിവിടെ പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു സെമി സർക്കിൾ ഉണ്ട്. ഇങ്ങനൊരു സെമി സർക്കിൾ ഉണ്ടായിരുന്നു. എ ബി ഡയമീറ്റർ ആക്കിക്കൊണ്ടൊരു സെമി സർക്കിൾ ഉണ്ടായിരുന്നു. അതിന്റെ ഡയമീറ്റേഴ്സ് എ ബി ഇങ്ങനെ ചേർത്ത് വരച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഈ എ സിയെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു കുഞ്ഞു സെമി സർക്കിളും വരച്ചു. അവിടെ ബി സിയെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് വേറൊരു സെമി സർക്കിൾ ഇങ്ങനെ വരച്ചു. ഒരു അർദ്ധവൃത്തവും വരച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ടു ഈ ഏരിയ പ്ലസ് ഈ ഏരിയ ആണെന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനെ അവര് റെഡ് കളർ വെച്ച് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനെ ബ്ലൂ കളർ വെച്ച് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ബ്ലൂ റെഡിന്റെയും കൂടെ ഏരിയ ഈക്വൽ ടു ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഈ ഫിഗറിൽ നമ്മുടെ ആംഗിൾ എ ബി സി എന്താണ്? നമ്മുടെ ഡയമീറ്ററിൽ നിന്ന് വ്യാസത്തിൽ നിന്ന് സെമി സർക്കിളിലേക്ക് വരച്ചിരിക്കുന്നതല്ലേ? അപ്പൊ ആ ഒരു പോയിന്റ് അല്ലേ? അതിന്റെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ അവിടെ ആംഗിൾ എ ബി സി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ട ത്രികോണമാണ്. ഇനി നമ്മൾക്ക് ഇതിന്റെ ഏരിയയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഓരോ സെമി സർക്കിളിന്റെയും ഏരിയ കണ്ടുപിടിക്കാം. ഓരോ സെമി സർക്കിളിന്റെയും ഏരിയ കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഏരിയ ഓഫ് ദി നിങ്ങൾ എഴുതിക്കോളൂ. ഏരിയ ഓഫ് ദി സെമി സർക്കിൾ വിത്ത് എ ബി ആസ് ഡയമീറ്റർ. എ ബി വ്യാസമായിട്ടുള്ള അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് A1 is equal to half into pi r square. Circle into the pi r square. അപ്പോൾ സെമി സർക്കിൾ ഹാഫ് പൈ ആർ സ്ക്വയർ. ഹാഫ് ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ഡയമീറ്റർ എത്രയാണ്? എ ബി. അപ്പം റേഡിയസ് എന്തായിരിക്കും? എ ബി ബൈ 2. ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു എ ബി ബൈ 2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പൈ ബൈ 8 എ ബി സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ ബി സി ഡയമീറ്റർ ആക്കിക്കൊണ്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? സെമി സർക്കിൾ അർദ്ധവൃത്തമാണെങ്കിൽ അതിന്റെ ഏരിയ എങ്ങനെ കിട്ടും? A2 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പൈ ആർ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ഇതിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ എന്താ? ബി സി ബൈ ടു ദി ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് പൈ ബൈ 8 ബി സി സ്ക്വയർ. ഇത് എല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പൈ ബൈ 8 ബി സി സ്ക്വയർ എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ എ സി ഡയമീറ്റർ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? എ സി ഡയമീറ്റർ ആകുമ്പോൾ അതിന്റെ ഏരിയനെ നമ്മൾ A3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. A3 is equal to half into pi into AC by 2 the whole square which is equal to pi by 8 into AC square. അപ്പോൾ നമുക്ക് A1 ഉണ്ട്, A2 ഉണ്ട്, A3 ഉണ്ട്. നമ്മൾ ഈ A2നെയും A3യെയും കൂടി ചേർത്ത് കൂട്ടുകയാണ്. A2 പ്ലസ് A3 ചെയ്യുവാണ്. A2 പ്ലസ് A3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? pi by 8 BC square plus pi by 8 AC square. രണ്ടിലും കോമൺ ആയിട്ട് പൈ ബൈ 8 ഉണ്ട്. അപ്പൊ പൈ ബൈ 8 പുറത്തെടുത്തു. പൈ ബൈ 8 ഇൻറ്റു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ദാറ്റ് ഇസ് പൈ ബൈ 8 ഇൻറ്റു ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ട ത്രികോണമാണ്. അപ്പോൾ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? കാരണം ഏതാണ്? എ ബി ആണ്. അപ്പം എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലേ? ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. അപ്പം എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്താണ്? എ ബി സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് എ ബി ആസ് ഡയമീറ്റർ ഇസ് ഈക്വൽ ടു, അതായത് നമ്മുടെ A1 is equal to area of semicircle with AC as diameter, A2
plus area of the semicircle with BC as diameter. That is A1 is equal to A2 plus A3. നമ്മൾ നേരത്തെ എഴുതിയ അതേ കാര്യം. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ടു ഈ ഏരിയ, ഈ ഒരു ഏരിയ പ്ലസ് ഈ ഏരിയ എന്നാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബ്ലൂവും റെഡും വെച്ച് കാണിച്ചിരിക്കുന്ന ഏരിയ, അത് രണ്ടും കൂടി ആഡ് ചെയ്യണം എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഇതിനെ നമുക്ക് പി എന്ന് കൊടുക്കാം. ഇതിന്റെ ഏരിയ, ട്രയാങ്കിളിന്റെ ഏരിയനെ നമുക്ക് പി എന്ന് കൊടുക്കാം. ഈ ബാക്കി വന്നിരിക്കുന്നില്ലേ ഈ ഒരു പോർഷൻ, ആ പോർഷന്റെ ഏരിയ നമുക്ക് ക്യൂ എന്ന് കൊടുക്കാം. അതുപോലെ ഈ പോർഷൻ, ഈ ചന്ദ്രക്കല പോലെ വന്നിരിക്കുന്ന പോർഷനെ നമുക്ക് എസ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ, അതായത് നിങ്ങളുടെ ഇതിനകത്ത് ബ്ലൂയിൽ കാണിച്ചിരിക്കുന്ന ആ പോർഷനെ എസ് എന്ന് കൊടുക്കാം. അതുപോലെ ഈ പോർഷനെ, ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന ഈ പോർഷനെ നമുക്ക് ടി എന്നും കൊടുക്കാം. ഈ വന്നിരിക്കുന്നത് ആർ എന്നും കൊടുത്തു. അപ്പൊ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദി സെമി സർക്കിൾ, വലിയ സെമി സർക്കിൾ എ ബി ഡയമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? പി വരും, ക്യൂ വരും, ആർ വരും അല്ലേ? പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു A2. A2 എന്ന് പറയുമ്പോൾ ഈ ഫുൾ സെമി സർക്കിളിന്റെ ഏരിയ ആണ്. ആ ഫുൾ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യൂവും വരും എസും വരും അല്ലേ? ഈ പോർഷനും വരും, ഈ പോർഷനും വരും. ക്യൂ പ്ലസ് എസ് പ്ലസ് അതുപോലെ തന്നെ ഈ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ആർ, ഈ അർദ്ധവൃത്തത്തിൽ ആറും വരും, ടിയും വരും. ആർ പ്ലസ് ടി ഇങ്ങനെ കിട്ടുമല്ലോ. അതായത് A1 is equal to A2 plus A3. അതിനെ നമ്മൾ സെയിം ആക്കി എഴുതിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിൽ A1 എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? പിയും ക്യൂവും ആറും വരും. അതുപോലെ ഈ പോർഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ക്യൂവും എസും വരും. ഇപ്പൊ ക്യൂ പ്ലസ് എസ്. ഈ പോർഷൻ എന്ത് വരും? ആർ പ്ലസ് ടി. സോ അപ്പോൾ നമുക്ക് പി അല്ലേ വേണ്ടത്? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് പി ഈക്വൽ ടു ബാക്കി രണ്ടെണ്ണത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണേ. ക്യൂ പ്ലസ് എസ് പ്ലസ് ആർ പ്ലസ് ടി മൈനസ് ക്യൂ മൈനസ് ആർ. ഇവിടുത്തെ പ്ലസ് ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. ക്യൂവും വെട്ടി, അതുപോലെ ആറും വെട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പി ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ടി എന്ന് കിട്ടും. എസ് അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഈ പോർഷൻ, നമ്മളുടെ റെഡ് പോർഷനും ബ്ലൂ പോർഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ എസ് പ്ലസ് ടി. അപ്പോൾ ആ എക്സസൈസിലെ 9th ക്വസ്റ്റ്യൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സസൈസിലെ 9th ക്വസ്റ്റ്യൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തിയറവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു SSLC ക്വസ്റ്റ്യൻ നോക്കാം. SSLC 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? AB is the diameter of the circle and D is a point on the circle. ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന്റെ ഡയമീറ്റർ AB, എന്നിട്ട് D എങ്ങനെയാണ്? ആ സർക്കിളിൽ ഒരു പോയിന്റ് ആണ്. 3 ആംഗിൾസ് ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ACB, ADB, AEB. അത് മൂന്നും കൂടി ചേരുമ്പോൾ എത്ര കിട്ടും? 270 ഡിഗ്രി കിട്ടും. മെഷർ ഓഫ് 1 mm. ഇതിൽ ഏതോ ഒരു ആംഗിൾ 110 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ആംഗിൾ 110 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. AB ഡയമീറ്റർ, അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കിളിൽ ഒരു പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ 2 ആംഗിൾസും ഉണ്ട്, ACB ഉണ്ട്, AEB ഉണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഏതോ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 270 കിട്ടും. അതുപോലെ ഏതോ ഒരു ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 110 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി പോയിന്റ് ഓൺ ദി സർക്കിൾ. സർക്കിളിൽ ഒരു പോയിന്റ് അല്ലേ ഡി? അപ്പൊ നമുക്കറിയാം സർക്കിളിൽ ഒരു പോയിന്റ് ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? അപ്പം ADB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി ആണ്. പിന്നെ നമ്മുടെ തിയറം അനുസരിച്ചിട്ട് സർക്കിളിനകത്താണെങ്കിൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി വരും. അതാണെങ്കിൽ ഇൻസൈഡ് ദി സർക്കിളും ലെസ് ദാൻ 90 ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ ഔട്ട്സൈഡ് ദി സർക്കിളും ആണ്. ഇപ്പൊ തന്നിട്ടുള്ളത് 110 ഡിഗ്രി ആണ്. ഇൻസൈഡ് ദി സർക്കിൾ ആയിരിക്കും. അപ്പൊ കാര്യം 90യേക്കാളും കൂടുതൽ. അപ്പം ACB അല്ലേ അകത്തുള്ള പോയിന്റ്. അതുകൊണ്ട് ആംഗിൾ ACB ഈക്വൽ ടു 110 ഡിഗ്രി. ക്ലിയർ? ഇത് രണ്ടെണ്ണം കിട്ടി. അപ്പം ഇനി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അടുത്ത ആംഗിൾ കിട്ടുമല്ലോ. അപ്പം ACB 110 പ്ലസ് 90 പ്ലസ് ആംഗിൾ AEB ഈക്വൽ ടു 270 ഡിഗ്രി. അപ്പം ആംഗിൾ AEB ഈക്വൽ ടു 270 മൈനസ് 110 മൈനസ് 90 ഡിഗ്രി ഈക്വൽ ടു 70 ഡിഗ്രി കിട്ടും.
ക്ലിയർ? ഇതാണ് നമ്മളുടെ SSLC 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതോടെ ഫസ്റ്റ് തിയറവും അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. അടുത്ത തിയറം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നോക്കാം.